ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഡീപ്പസ്റ്റ് ഇമോഷൻ നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ എന്താണ് അവരുടെ മനസ്സിലുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ളതാണ്. നിങ്ങളുടെ വ്യക്തിയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു റൊമാൻറ്റിക് ലവ് റീഡിംഗ് ആണ്. അപ്പം നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ക്ലിയർ ഇമേജ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള നല്ല മെമ്മറീസ് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. നല്ല ഓർമ്മകൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം വേണം നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കാരണമാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം നിങ്ങളുടെ സോൾ അത്രയും ഒരുമിച്ച് നിൽക്കുന്ന സോളാണ്. നിങ്ങൾ ഒരേ മനസ്സും ഒരേ ശരീരമായിട്ട് തന്നെ ജീവിക്കുന്ന ആൾക്കാരായിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ സംസാരിക്കുന്നില്ല. ഇത് കാണുന്ന പലർക്കും അറിയാം നിങ്ങളെന്തോ ഒരു സിറ്റുവേഷൻ കാരണം തന്നെയാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയത് എന്നുള്ളത്. മീൻസ് പിരിഞ്ഞിങ്ങനെ നിൽക്കാനിപ്പം സംസാരിക്കാതെ നിങ്ങൾക്ക് ചിലതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾക്കറിയാം. ചിലരിൽ അതിൽ ക്ലാരിറ്റി ഇല്ല. അവരുടെ സാഹചര്യം അതും അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി കൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുവരാൻ അയാൾ തയ്യാറാവാത്ത പോലെ നിൽക്കുന്നത്. അയാൾക്ക് എന്തോ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഉണ്ട്. മേ ബി നിങ്ങൾ ട്വിൻ ഫ്ലെയിം ഒരു സിറ്റുവേഷനിലുള്ള ആൾക്കാരായിരിക്കും നിങ്ങളുടെ ലവ് ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും നിങ്ങളുടെ സോൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. നിങ്ങളുടെ സോൾ അത്രയും അറ്റാച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ടെലിപ്പതി ബോണ്ടിങ്ങും ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ സോൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ അവർക്ക് കഴിയില്ല, അതിനവർക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രണ്ട് പേരെയും മാലാഖമാർ ചേർത്ത് വെച്ച ഒരു ബന്ധമാണ്. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. നിങ്ങൾ സെപ്പറേറ്റഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ അത്രയും ഒന്നായിട്ട് നിൽക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സും ശരീരവും ഒന്നുപോലെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. പരസ്പരം ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. പക്ഷേ എന്തോ സാഹചര്യം കാരണമാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. കാരണം അവർക്കറിയാം എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായാലും അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ ഒരു ഫ്യൂച്ചർ പാർട്ട്ണർ അല്ലെങ്കിൽ വൈഫ്, അതും അല്ലെങ്കിൽ ഹസ്ബൻഡ്, അങ്ങനെയുള്ള രീതിയിൽ കാണുന്നത് നിങ്ങളെ തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലോ ഈ ആളിലോ ഒന്നും നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു സമയം നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പോവേണ്ടത്. ഈ ഒരു സമയത്തിൻ്റെതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അവരുടേതായിട്ടുള്ള എല്ലാ അഹങ്കാരങ്ങളും, ചൈൽഡിഷ് നേച്ചർ, കുട്ടികളുടേതായിട്ടുള്ള പിടിവാശിയും വാശിയും എല്ലാം ഒക്കെ നിങ്ങളോട് മേ ബി ഇയാളൊരു പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം വരുന്ന ഒരാളുമായിരിക്കും. അപ്പം അവരുടേതായിട്ടുള്ള എല്ലാ ചൈൽഡിഷ് നേച്ചറും നിങ്ങളോട് കാണിക്കാറുണ്ട്. കാരണം അവർക്കറിയാം അവർ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സോറി പറഞ്ഞാൽ അല്ലെങ്കിൽ സെക്കൻഡ് ചാൻസ് ചോദിച്ചാൽ നിങ്ങളത് കൊടുക്കും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അവർ വിചാരിക്കുന്നത് അവരെന്താണോ അത് പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് നീ എന്നുള്ളതാണ്. നിങ്ങളോട് അത്രയും സ്നേഹവും വിശ്വാസവും അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്ങും ഉള്ളൊരു വ്യക്തി തന്നെയാണ്. നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അവരുടെ ഒരു സാഹചര്യം കൊണ്ടാണ് ഇപ്പോഴിങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ നിങ്ങൾക്കിടയിൽ പ്രശ്നമുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. വലിയ പ്രശ്നമുള്ളതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ചാൻസ് നോക്കുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. മിസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുമായിട്ടുള്ള സംസാരങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ചിരി ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഫോർ നൈറ്റിൽ അവർ ഒരുപാട് മിസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ നൈറ്റ് ടൈമിൽ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് അയാൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് കോണ്ടാക്റ്റ് ഉണ്ടാവും. അങ്ങനെ ചോദിച്ചവരോട് നിങ്ങൾ ഒരു സംസാരത്തിലോട്ട് വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഹൈലി കണക്റ്റഡ് ആയിട്ടുള്ള സോൾ കോൺട്രാക്റ്റ് ഉള്ള വ്യക്തികളാണ്. അങ്ങനെ ഈ സോൾ കോൺട്രാക്റ്റ് ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലേക്ക് പിന്നെയും ഇങ്ങനെ
തിരിഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾക്കെന്തോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. അങ്ങനൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരു ലൂപ്പിനകത്ത് എപ്പോഴും ആവർത്തിച്ച് വരുന്ന ഒരു കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതും ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ച് വരണം എന്ന് തന്നെയാണ്. അതിനൊരു പെർഫെക്റ്റ് ടൈമും അവർ നോക്കുന്നുണ്ട്. ഒരു നല്ലൊരു സമയം കിട്ടിയായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനും നോക്കുന്നുണ്ട്. പിന്നെ അവരിങ്ങനെ വിചാരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കിങ്ങനെ എന്താ പറയുന്നത്, ഒരു മയക്കാനുള്ള മീൻസ് അട്രാക്റ്റഡാണ് അവർ നിങ്ങളിൽ ഭയങ്കര അട്രാക്റ്റഡാണ്. വന്നു കഴിഞ്ഞാൽ ഒരു ട്രാപ്പ് പോലെ നിങ്ങളെ വിട്ട് പോവണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഒരു ട്രാപ്പിനകത്തായി പോകുമെന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിലേക്ക് തിരിച്ചു വരാമെന്ന് തന്നെയാണ്. നിങ്ങളിൽ തന്നെയാണ് അയാളൊരു ന്യൂ ബിഗിനിങ്ങും ന്യൂ സ്റ്റാർട്ടും ഒക്കെ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. എത്രയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു ഈഗോ ഉണ്ട്, എപ്പോഴും രണ്ട് പേർക്കും ഉണ്ട്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും അലോ ചെയ്യണം എന്ന് തന്നെയാണ്. പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട്, കുറേ കൂടെ ഇൻറ്റിമേറ്റ് ആവേണ്ടതായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും അത്രയും ഹൈലി കണക്റ്റഡ് ആയിട്ടുള്ള സോളാണ്. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നെങ്കിലും നിങ്ങൾ ടെലിപ്പതിക്കലിയൊക്കെ ഭയങ്കര കണക്റ്റഡാണ്. അവിടെ എന്താ പറയുന്നത്, അവിടെ സംസാരം നിന്ന് പോകുന്നില്ല, അവിടെ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും അകൽച്ചയോ എന്താ പറയുന്നത് ലോങ് ഡിസ്റ്റൻസോ സാഹചര്യങ്ങൾ മൂലമോ അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ബോണ്ടിങ് അവിടെ നിന്ന് പോകുന്നില്ല, അതിനൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അയാൾ തിരിച്ചു വരത്തില്ല എന്നുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. നിങ്ങളുടെ ഇടയിൽ ഒരു കോളോ മെസ്സേജൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ചിലപ്പം കാണുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്, നിങ്ങൾ തമ്മിലുള്ള ആ ബോണ്ടിങ്ങിനൊന്നും സംഭവിക്കുന്നില്ല എന്ന് തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ഒഴിവാക്കാം. എനിക്ക് മനസ്സിലാവുന്നത് ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ജേർണിയിൽ തന്നെയാണ്. നിങ്ങൾ ഇങ്ങനൊരു റിലേഷൻഷിപ്പിൽ വരുമെന്ന് പോലും നിങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന സമയത്തുമായിരിക്കും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വന്നതും ഒക്കെ. അയാൾ അതേ പറ്റിയിട്ടൊക്കെ അയാളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവുന്നുണ്ട്, മനസ്സിലെപ്പോഴും നിങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകളും എല്ലാം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളിലൊരു ട്രാപ്പായി പോകും എന്നുള്ള പോലെ ഒരു പേടിയുമുണ്ട്. അവർക്കെപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പം എന്ന് പറയുമ്പോൾ എപ്പോഴും ഫ്യൂച്ചറിനെ പറ്റിയിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. വീട്, നമ്മൾ ഒരുമിച്ചിട്ടുള്ള വീട്, നമ്മുടെ കുട്ടികൾ, അങ്ങനെ ഒരു ഫാമിലി എപ്പോഴും നിങ്ങളുമായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് അയാൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയോ വഴക്കിനെ പറ്റിയോ അതിനേക്കാളും കൂടുതൽ നിങ്ങളെ പറ്റിയിട്ടുള്ളൊരു ഫ്യൂച്ചർ, എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി തരണം, എന്തൊക്കെ ഒരുക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയിലുമാണ് അയാൾ ഉള്ളത്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ സംസാരിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും സംസാരിച്ചാൽ അത് തീർപ്പാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളൊരു വലിയൊരു കോൺഫിഡൻസ്, ഒരു ഓവർ കോൺഫിഡൻസ് നിങ്ങളിൽ എപ്പോഴും അയാൾക്കുണ്ട്. അതെത്ര ദൂരെ പോകുമ്പോഴും, അത് നിങ്ങൾക്കിടയിൽ വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അയാൾ അങ്ങനെ തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങളോട് അയാൾ പറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല ഫ്യൂച്ചറിനെയൊക്കെ പറ്റിയിട്ട്. അയാളുടെ മനസ്സിൽ നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അയാൾ എന്താ പറയുന്നത്, ഡ്രീം ചെയ്യുന്നുണ്ട്. അതെത്ര ദൂരത്ത് പോകുമ്പോഴും ആ കണക്ഷൻ എപ്പോഴും നിങ്ങളിലേക്കുള്ള ഒരു പാലം പോലെ ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ട്. അതിപ്പം സോളിൻ്റേതും ആയിരിക്കാം. നിങ്ങളുടെ സോൾ അത്രയും കണക്റ്റഡായിട്ട് ഒരുമിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾ സെപ്പറേറ്റ് ആണെന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം നിങ്ങൾ അങ്ങനെ ഒരുമിച്ചിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളെ ഡിവൈനായിട്ട് ചേർത്ത് വെച്ച, മാലാഖമാർ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളും ഇതേ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അവരെത്ര ദൂരത്ത് പോയാലും നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരുമിച്ച് ചേരും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് വരത്തില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ ഇങ്ങനെയൊന്നും പോകത്തില്ല. നിങ്ങൾ മേ ബി ഏഞ്ചൽ നമ്പറൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൺഫർമേഷനായിട്ട് തന്നെ വിചാരിക്കണം. നിങ്ങൾക്ക് ഒരു എന്താ പറയുന്നത്, ഏഞ്ചൽ സന്ദേശം തന്നെയാണ്. ഏഞ്ചൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങൾ തരുന്നതാണ്. അതൊരിക്കലും ഇഗ്നോർ ചെയ്യരുത്.
അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് തരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് തന്നെയാണ്. ഇതിലൊരു റീയൂണിയൻ കാണുന്നുണ്ട്. നിങ്ങൾ റീകൺസിലേഷൻ നിങ്ങൾക്ക് പോസിബിൾ തന്നെയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരു ഫ്യൂച്ചറുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റീഡിംഗ് ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.